കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ആധുനിക കാർ മോഷ്ടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഉടനെ പോലീസിനെ വിളിക്കും, GPS വഴി ട്രാക്ക് ചെയ്യും, നഗരത്തിലെ CCTVകൾ അരിച്ചു പേർക്കും. മണിക്കൂറുകൾക്കുള്ളിൽ കള്ളൻ പിടിയിലാകും. എന്നാൽ നമുക്കൊന്ന് പുറകോട്ട് സഞ്ചരിക്കാം. കൃത്യമായി പറഞ്ഞാൽ 130 വർഷങ്ങൾക്ക് പുറകോട്ട്. 1896 പാരീസ്. അവിടെ CCTVകളില്ല, മൊബൈൽ ഫോണുകളില്ല, എന്തിന് മിക്കവാറും റോഡുകളിൽ ഇലക്ട്രിക് വിളക്കുകൾ പോലും ഇല്ലാത്ത കാലം. നിരത്തുകളിൽ കുതിരവണ്ടികൾ രാജാക്കന്മാരായി വാണിരുന്ന ആ കാലത്ത് ഒരു വിചിത്രമായ യന്ത്രം പുക തുപ്പിക്കൊണ്ട് ഓടുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുമായിരുന്നു. അന്ന് കാർ എന്നതൊരു വാഹനമായിരുന്നില്ല, അതൊരു മാന്ത്രികതയായിരുന്നു. ലോകത്താകെ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രം സ്വന്തമായുള്ള ഒരു അത്ഭുതം. ആ അത്ഭുതത്തെയാണ് ഒരു രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഒരാൾ കടത്തിക്കൊണ്ടുപോയത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ വാഹനമോഷണം. കേവലൊരു മോഷണമല്ല, പോലീസിനെയും ഭരണകൂടത്തെയും വിറപ്പിച്ച ഒരു വലിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു അത്. ഈ കഥയിലെ ഇര ബാരൺ ഡി സുയിലനാണ്. വെറുമൊരു പ്രഭുവല്ല അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും പഴയ ഓട്ടോമൊബൈൽ സംഘടനയായ ഓട്ടോമൊബൈൽ ക്ലബ് ഓഫ് ഫ്രാൻസിന്റെ സ്ഥാപക പ്രസിഡന്റ്. കാറുകളെ ജീവന് തുല്യം സ്നേഹിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പക്കൽ അന്നുണ്ടായിരുന്നത് പ്യൂഷോ ടൈപ്പ് 15 എന്ന മോഡൽ കാറാണ്. ഇന്നത്തെ കോടികൾ വിലയുള്ള സൂപ്പർ കാറുകളേക്കാൾ അന്ന് ആ പ്യൂഷോയ്ക്ക് മൂല്യമുണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനത്തിന്റെ ഓരോ സ്ക്രൂവും അറിയാവുന്ന ഒരാൾ ആ ഗ്യാരേജിലുണ്ടായിരുന്നു. ബാരന്റെ വിശ്വസ്തനായ മെക്കാനിക്, ഈ മോഷണത്തിലെ വില്ലൻ. മറ്റൊരു കള്ളനും ആ കാർ മോഷ്ടിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഒരു കീ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അന്ന് കഴിയില്ല. എഞ്ചിൻ മാനുവലായി ചൂടാക്കണം, പ്രത്യേക അനുപാതത്തിൽ ഇന്ധനം നൽകണം. വല്ലാത്തൊരു സാങ്കേതിക വിദ്യയായിരുന്നു അത്. ആ വിദ്യ അറിയാവുന്ന മെക്കാനിക് തന്റെ യജമാനനോടുള്ള ചതിയുടെ തിരക്കഥ അവിടെ എഴുതുകയായിരുന്നു. 1896 ജൂൺ മാസം. പാരീസ് നഗരം ഉറങ്ങുകയാണ്. ബാരൻ തന്റെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഗാരേജിനുള്ളിൽ മെക്കാനിക്ക് തന്റെ നീക്കം ആരംഭിച്ചു. വലിയ ശബ്ദമുണ്ടാക്കാതെ ആ ഇരുമ്പ് യന്ത്രത്തെ അയാൾ പുറത്തിറക്കി. ആ കാലത്ത് ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഒരു ചെറിയ സ്ഫോടനം പോലെയായിരുന്നു. ടുക് 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 എന്ന എഞ്ചിന്റെ ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു. കുതിരവണ്ടികൾ മാത്രം കണ്ടിട്ടുള്ള പാരീസിലെ തെരുവുകളിലൂടെ മണിക്കൂറിൽ വെറും 15-20 കിലോമീറ്റർ വേഗതയിൽ ആ കള്ളൻ വണ്ടി ഓടിച്ചുപോയി. ഇന്നത്തെ കാലത്ത് അതൊരു വേഗതയല്ലായിരിക്കാം, പക്ഷെ അന്ന് അതൊരു റോക്കറ്റ് പോകുന്ന വേഗതയായിരുന്നു. നേരം വെളുത്തപ്പോൾ ഗാരേജ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട ബാരൻ ഞെട്ടിപ്പോയി. തന്റെ പ്രിയപ്പെട്ട പ്യൂഷോ കാർ അപ്രത്യക്ഷമായിരിക്കുന്നു. കുതിരയെ മോഷ്ടിച്ചാൽ പോലും കണ്ടെത്താൻ പ്രയാസമുള്ള ആ കാലത്ത് ഒരു കാർ എങ്ങനെ കണ്ടെത്തും? പാരീസ് പോലീസ് ആദ്യമായി ഒരു കാർ മോഷ്ടാവിനെ തെരഞ്ഞിറങ്ങുകയാണ്.